നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. മലപ്പുറം വിരുദ്ധ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാർ നറേറ്റീവ് CPM നേതാക്കൾ ആവർത്തിക്കുന്നത് ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാനാണ്. ആശാവർക്കർമാരുടെ ഓണറേറിയം കുറച്ചത് ക്രൂരതയാണെന്നും നിർമ്മാണ കമ്പനികളുമായി സംസ്ഥാന സർക്കാരിലെ ചിലർക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് ദേശീയപാത തകർന്നതിൽ പരാതിയില്ലാത്തതെന്നും VD സതീശൻ ആരോപിച്ചു. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതര ആരോപണം ഉന്നയിച്ച ആളാണ് പിണറായി വിജയൻ. നിലമ്പൂരിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാൻ എത്തിയിരിക്കുന്ന വിജയരാഘവനും മലപ്പുറത്തെ അപമാനിക്കുന്ന നിരവധി പ്രസ്താവനകളാണ് നടത്തിയത്. മലപ്പുറത്തെക്കുറിച്ച് ഇത്രയും മോശമായ ക്യാമ്പയിൻ വർഷങ്ങളായി CPM നടത്തുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിൽ ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകളും കോടികളുടെ അഴിമതിയുമാണ് നടന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് CBI അന്വേഷിക്കണം. നിർമ്മാണ കമ്പനികളുമായി ആരൊക്കെയാണ് ബന്ധപ്പെട്ടതെന്ന് അന്വേഷിക്കണം. ഇതിൽ സംസ്ഥാന സർക്കാരിലെ ചില ആളുകളും ഉണ്ടെന്നതിന്റെ സൂചന കിട്ടിയിട്ടുണ്ടെന്നും ആരോപിച്ചു. 6-7 മാസം പെൻഷൻ നൽകാതിരുന്നവർ തിരഞ്ഞെടുപ്പെടുക്കുമ്പോഴാണ് നൽകുന്നത്. അത് ശരിയായ രീതിയല്ല. അതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. കുടിശ്ശിക വരുത്തിയിട്ട് തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ഒന്നിച്ചു നൽകുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരോടും സർക്കാർ വീണ്ടും ക്രൂരത കാട്ടുകയാണ്. 7000 കിട്ടേണ്ട സ്ഥാനത്ത് നിരവധി പേർക്ക് 3500 രൂപ മാത്രമാണ് ഓണറേറിയം കിട്ടിയത്. നിലമ്പൂരിൽ UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. അതിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരും ശ്രമിക്കേണ്ട. BJP പോലും മത്സര രംഗത്തില്ല. സർക്കാരിനെതിരായ വോട്ട് UDFിനല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യുമോ? നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് നിലമ്പൂരിലെ വോട്ടർമാർ. ഭൂരിപക്ഷം കാണുമ്പോൾ എല്ലാ സംശയവും തീരും. UDF കൺവെൻഷനിൽ പാണക്കാട് തങ്ങൾ പങ്കെടുക്കാത്തതിനെ വാർത്തയാക്കിയ മാധ്യമങ്ങളെയും VD സതീശൻ രൂക്ഷമായി വിമർശിച്ചു. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. ഇവിടെ നിലമ്പൂരിൽ LDFന്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനാണ്. വിജയരാഘവന്റെ ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ, മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എന്റെ കയ്യിലുണ്ട്. നിരവധി കാര്യങ്ങൾ, ഒരു വിഷയത്തിലല്ല. ഏറ്റവും അവസാനം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ്. ആ വാദത്തിൽ വിജയരാഘവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 95,000 ചില്ലാന വോട്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട്. 95,000 അധികം വോട്ട്, അതായത് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം. 30,000 താഴെയാണ് സത്യൻ മൊകേരിയുടെ വോട്ട് കിട്ടിയത്. 65,000 ഭൂരിപക്ഷമാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 95,000 പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ്. അതാണ് എന്റെ ചോദ്യം. മറുപടി പറഞ്ഞേ മതിയാവും. തീവ്രവാദികളാണോ? പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് നിയോജകമണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് വിജയരാഘവൻ നടത്തിയിട്ടുള്ളത്. മലപ്പുറത്തെ കുറിച്ച്, ലീഗ് നേതാക്കളെ കുറിച്ച്, സാദിഖ് അലി തങ്ങളെ കുറിച്ച്, ഇവിടെ നടന്ന എല്ലാ സംഭവത്തെ കുറിച്ചും, ഇവിടെ നടന്ന സമരങ്ങളെ കുറിച്ച്, ഹൈവേക്ക് അണ്ടർപാസ് വേണമെന്ന് നടത്തിയ സമരവും മലപ്പുറത്ത് വരുമ്പോൾ തീവ്രവാദികളാണ് സമരം നടത്തുന്നത്. ബാക്കി ജില്ലയിലൊന്നും അല്ല. ഇവിടെ എത്തുമ്പോൾ തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളെന്നും ഇസ്ലാം തീവ്രവാദികളെന്നും മലപ്പുറത്തെ തീവ്രവാദികളെന്നും വ്യാപകമായി CPM നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിലമ്പൂരിൽ CPI സ്ഥാനാർത്ഥിക്ക്, LDF സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട്, പൊളിറ്റിക്കലായി കിട്ടേണ്ട വോട്ട് 29,000 അല്ലല്ലോ, ആണോ? അവർ അതിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട്. അവർക്ക് വോട്ട് ആ വോട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ വോട്ട് പോയില്ലേ? പ്രിയങ്ക ഗാന്ധിക്ക് നിങ്ങളുടെ വോട്ട് പോയില്ലേ? CPM കാരുടെ വോട്ട്
CPI-കാരുടെ വോട്ട്, LDF-ലെ വിവിധ ഘടകകക്ഷികളുടെ വോട്ട് എല്ലാം പോയി. രാഹുൽ ഗാന്ധിക്കും പോയി, പ്രിയങ്ക ഗാന്ധിക്കും പോയി. നിങ്ങൾക്ക് 29,000 വോട്ട് മാത്രമേ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ വോട്ടുള്ളൂ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.